ഹലോ സ്റ്റുഡൻസ്, നമ്മൾ +2 ഫിസിക്സ് ടോപ്പിക്കുകൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ചുരുക്കത്തിൽ നമ്മൾ EMI എന്ന് വിളിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നു മാഗ്നറ്റിക് ഫ്ലക്സ്. വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. സെയിം വേ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് magnetic field lines passing normally through a surface. Total number of magnetic field lines passing normally through a surface is called magnetic flux. Phi denoted by phi. Phi is equal to closed integral B dot ds. That is, phi is equal to B ds cos theta, closed integral B ds cos theta. Then by integrating ds we can write S or A, total area S or A. Then we can write phi is equal to B S cos theta or BA cos theta. BA cos theta, that is phi. That is, phi is equal to BA cos theta or BS cos theta, then unit. Magnetic field നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെസ്ല area meter square. So Tesla meter square is the unit of magnetic flux, or we can write another unit Weber. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. അപ്പോൾ മീറ്റർ സ്ക്വയർ ക്യാൻസൽ ആവും. സോ ദാറ്റ് ഈസ് വെബർ. ദെൻ CGS യൂണിറ്റ് ആണ് മാക്സ്വെൽ. CGS യൂണിറ്റ് മാക്സ്വെൽ. മാഗ്നറ്റിക് ഫ്ലക്സ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ CGS യൂണിറ്റ് പഠിക്കുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ CGS യൂണിറ്റ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ CGS യൂണിറ്റ് ആണ് ഗോസ്. ഗോസ്ന്ന CGS യൂണിറ്റ് നമ്മൾ പഠിക്കുന്നു. അതിൽ 1 ടെസ്ല ഈസ് ഈക്വൽ ടു 10⁻⁴ ഗോസ്, 10⁴ ഗോസ്, or 1 ഗോസ് ഈസ് ഈക്വൽ ടു 10⁻⁴ ടെസ്ല. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയമെൻഷൻ ഓഫ് ഫ്ലക്സ്. phi is equal to ml² t-2 a-1. മാഗ്നറ്റിക് ഫീൽഡിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ L² ഇല്ല, m(t⁻²) a⁻1. അതിൽ ഏരിയ കൂടി വരുന്നു ds, that is A, area unit meter square. So that become L² in dimension ml² t-2 a-1. So ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഫിഗർ നോക്കിയാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. നമ്മളൊരു സർഫസ് എടുക്കുന്നു, അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഈസ് കോൾഡ് എ ഫ്ലക്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലൂപ്പ് എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സ് മാക്സിമം ആയിരിക്കും. ലൂപ്പ് അല്ലെങ്കിൽ ആ സർഫസ് പാരലൽ ആണെങ്കിൽ ഫ്ലക്സ് 0 ആയിരിക്കും. പലപ്പോഴും കൺഫ്യൂഷൻ ആകുന്നൊരു കാര്യമാണ്. കാരണം BDS കോസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കാൻ 90 0 ഉപയോഗിച്ചാൽ എപ്പോഴാണ് തീറ്റ 0 ആവുക? തീറ്റ 0 ആകണമെങ്കിൽ ആ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെക്റ്റർ DS എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി റൈറ്റിലേക്ക് വരച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും, അല്ലെങ്കിൽ ബിയും ഡിഎസും പാരലൽ ആകുക എന്ന് വെച്ചാൽ ആ ലൂപ്പ് അല്ലെങ്കിൽ പ്ലെയിൻ, ആ സർഫസ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, ജസ്റ്റ് പെർപെൻഡിക്കുലർ മാത്രം നോക്കിയിട്ട് ഇവിടെ cos 90 കൊടുത്താൽ ഫ്ലക്സ് 0 ആവും. അപ്പോൾ ഫ്ലക്സ് 0 ആണെങ്കിൽ
ലൂപ്പ് അല്ലെങ്കിൽ ആ സർഫസും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പാരലൽ ആയിരിക്കണം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്കാണെന്ന് കരുതുക. ഇവിടെ നമ്മൾ ഇങ്ങനെയൊരു ലൂപ്പ് എടുത്താൽ, ഇങ്ങനെയാണ് ലൂപ്പ് ഉള്ളതെങ്കിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം നമുക്കറിയാം ഇവിടെ ഒരു ഫീൽഡ് ലൈൻ പോലും ഈ ഏരിയനെ പെർപെൻഡിക്കുലറായി പാസ് ചെയ്യുന്നില്ല. നമ്മൾ പഠിച്ച ഡെഫിനിഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. ഇവിടെ ഒരു ലൈൻ പോലും നോർമലി പാസ് ചെയ്യുന്നില്ല, എല്ലാം ഈ പ്ലെയിനുമായിട്ട് അല്ലെങ്കിൽ ഈ സർഫസുമായിട്ട് പാരലാണ്. സോ ഫ്ലക്സ് ബിക്കം 0. ഇവിടെ ഫ്ലക്സ് 0 ആകുമ്പോൾ കണ്ടീഷൻ ഓർത്തിരിക്കണം, ഇത് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എസ് ഈസ് 90. ദാറ്റ് ഈസ് the direction of magnetic field is towards right and area vector normally outwards. So this angle become 90. This is ds, this is b. അപ്പോൾ ബിയും ഡി എസ് തമ്മിലുള്ള ആംഗിൾ 90 ആകുക എന്ന് വെച്ചാൽ അപ്പോൾ ആ പ്ലെയിൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിരിക്കും. ഇത് പലപ്പോഴും ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ആകുന്ന കാര്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഏരിയ വെക്ടർ ബിക്കം പാരലൽ. നമ്മൾ പഠിച്ചു ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ അത് ഉൾക്കൊള്ളുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഈ പ്ലെയിനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏരിയ വെക്ടർ ഈ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഔട്ട്വേർഡ് ആണ് അല്ലെങ്കിൽ ഇൻവേർട്ട്. അപ്പോൾ സർഫസും ഈ പ്ലെയിൻ സർഫസും അല്ലെങ്കിൽ ഈ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. സോ the flux become 0, that is cos 90. Cos 90 becomes 0. ഇനി പ്രീവിയസ് കേസ് ആണെങ്കിൽ ഈ ലൂപ്പും മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ ഈ ഒരു സർഫസും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, പക്ഷേ ഡി എസും ബിയും തമ്മിലുള്ള ആംഗിൾ 0 ആണ്, പാരലലാണ്, ഫ്ലക്സ് മാക്സിമം ആയിരിക്കും. അപ്പോൾ ലൂപ്പാണോ വെക്ടർ ഡി എസ് ആണോ ഡയറക്ഷൻ തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ആ സർഫസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സർഫസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്ലക്സ് മാക്സിമം, സർഫസ് പാരലൽ ആണെങ്കിൽ ഫ്ലക്സ് മിനിമം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡെഫിനിഷൻ ഓർത്തിരിക്കണം, ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ എ സർഫസ്. അപ്പോൾ സർഫസിൽ കൂടി നോർമലായി ഫീൽഡ് ലൈൻ കടന്നു പോകണമെങ്കിൽ ഈ സർഫസും ഫീൽഡ് ലൈൻസും ഇങ്ങനെ വരണം. എന്ന് വെച്ചാൽ പ്ലെയിൻ ഓഫ് ദി ലൂപ്പ് അല്ലെങ്കിൽ ഈ സർഫസ് പെർപെൻഡിക്കുലർ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. പാരലാകുമ്പോൾ എല്ലാ ലൈൻസും പാരലായി കടന്നു പോകും, ഒരു ലൈൻസ് പോലും ഇതിനെ കട്ട് ചെയ്യില്ല. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫാരഡേസ് കോയിൽ മാഗ്നെറ്റ് ആൻഡ് കോയിൽ എക്സ്പെരിമെൻറ്റ്സ്. ഫാരഡേസ് കോയിൽ മാഗ്നെറ്റ് ആൻഡ് ഫാരഡേസ് കോയിൽ മാഗ്നെറ്റ് and coil experiment. Faraday's coil magnet and coil experiment. ഈ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഫാരഡേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ പരീക്ഷണം നോക്കാം. ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിൻ്റെ കൺക്ലൂഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഫസ്റ്റ്ലി ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത ഒരു കോയിലിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരു മാഗ്നറ്റിനെ കൊണ്ടുവരുന്നു. ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത ഒരു കോയിലിനടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്യുമ്പോൾ a bar magnet is moved towards a coil which is connected with the galvanometer. This galvanometer shows deflection. Galvanometer shows deflection. When magnet is approaching with velocity v, north pole of a magnet is approaching, then galvanometer shows deflection. ഇതാണ് ആദ്യമായി മൈക്കൽ ഫാരഡേ കണ്ടുപിടിച്ചത്. ഒരു ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത കോയിലിനടുത്തേക്ക് ഒരു മാഗ്നറ്റിനെ മൂവ് ചെയ്തപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്തത്? ഈ മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നു. മാഗ്നറ്റിക് ഫീൽഡ് മാറിയാൽ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിയപ്പോഴാണ് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കിട്ടിയത്. സോ വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് associated with a coil, an EMF will induce in it. This phenomenon is called electromagnetic induction.
അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാരഡേ ആദ്യം മാഗ്നറ്റിനെ മൂവ് ചെയ്തു കോയിലിനടുത്തേക്ക്. കോയിലിൽ അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു, അത് ഡിഫ്ലക്ഷൻ കാണിച്ചു. രണ്ടാമത്തെ പരീക്ഷണം, സെക്കൻഡ് സിമിലർ എക്സ്പെരിമെൻ്റ് ആണ്. പക്ഷേ ഫാരഡേ ഗാൽവനോമീറ്ററിന് പകരം മാഗ്നറ്റിന് പകരം കോയിലിനെ മൂവ് ചെയ്തു, മാഗ്നറ്റിനെ റെസ്റ്റിലാക്കി കോയിലിനെ മൂവ് ചെയ്തു. അപ്പോഴും ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ഫാരഡേ മനസ്സിലാക്കിയത് എന്താണ്? മാഗ്നറ്റ് മൂവ് ചെയ്യണമെന്നുള്ളത് നെസസറി കണ്ടീഷൻ അല്ല. കാരണം ഐദർ കോയിൽ ഓർ മാഗ്നറ്റിക് ക്യാൻ മൂവ്. മാഗ്നറ്റ് മൂവ് ചെയ്തപ്പോഴും കോയിലിനടുത്തേക്ക്, തിരിച്ച് കോയിൽ മാഗ്നറ്റിനടുത്തേക്ക് മൂവ് ചെയ്തപ്പോഴും സെയിം ഒബ്സർവേഷനാണ് കണ്ടത്. രണ്ട് സമയത്തും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കിട്ടി. എന്ന് വെച്ചാൽ രണ്ട് സമയത്തും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചായി. കാരണം മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരും. അല്ലെങ്കിൽ കോയിൽ മാഗ്നറ്റിനടുത്തേക്ക് ചെല്ലുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി വരും. നമ്മൾ പഠിച്ചു, ഡിസ്റ്റൻസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കുറയുന്നുണ്ട്. അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടി, അപ്പോൾ ഫ്ലക്സിൽ ചേഞ്ച് വന്നു. അപ്പോഴാണ് EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നു. EMF ഉണ്ടായി, ക്ലോസ് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്തു, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ ഫാരഡേ മനസ്സിലാക്കി ഐദർ കോയിൽ ഓർ മാഗ്നറ്റിക് ക്യാൻ മൂവ്. റിലേറ്റീവ് മോഷൻ മതി, ആര് മൂവ് ചെയ്യണമെന്ന് കമ്പൽഷൻ ഇല്ല. ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്താലും മതി, ഒന്നുകിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിൽ. ഫാരഡേയുടെ മൂന്നാമത്തെ പരീക്ഷണം, ഫാരഡേ ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത ഒരു കോയിലിനടുത്തേക്ക് ഫാരഡേ ഇപ്പോൾ കൊണ്ടുവരുന്നത് മറ്റൊരു കറണ്ട് ക്യാരിയിങ് കോയിലാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കോയിലിനെ മൂവ് ചെയ്തു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുകളിൽ കറണ്ട് ക്യാരിയിങ് കോയിൽ ബിഹേവ് ലൈക്ക് ബാർ മാഗ്നറ്റ്. അപ്പോൾ ഈ കോയിലിനെ കൊണ്ടുവന്നപ്പോഴും ഇവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കിട്ടി. ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണത്തിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. മൂന്നാമത്തെ പരീക്ഷണത്തിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അപ്പോൾ ഫാരഡേ മനസ്സിലാക്കി ഇവിടെ മാഗ്നറ്റ് വേണമെന്ന് നിർബന്ധമില്ല, ഒരു മാഗ്നറ്റിക് സോഴ്സ് മതി. കാരണം കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് എ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇൻസ്റ്റെഡ് ഓഫ് എ ബാർ മാഗ്നറ്റ് വി ക്യാൻ യൂസ് എ കറണ്ട് ക്യാരിയിങ് കോയിൽ. മൂന്നാമത്തെ പരീക്ഷണം. നാലാമത്തത് സിമിലർ എക്സ്പെരിമെൻ്റ് ആണ്. തൊട്ട് മുൻപ് ചെയ്തതുപോലെ കറണ്ട് ക്യാരിയിങ് കോയിലിനെ മൂവ് ചെയ്യുന്നതിന് പകരം ഗാൽവനോമീറ്റർ കോയിലിനെ മൂവ് ചെയ്തു. കറണ്ട് ക്യാരിയിങ് കോയിലിനെ റെസ്റ്റിലാക്കി, കോയിലിനെ അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കി. ഇപ്പോഴും സെയിം ഒബ്സർവേഷൻ, ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ, നോ ചേഞ്ച്. ഇപ്പോൾ ഒരു കൺക്ലൂഷൻ കൂടെ കിട്ടി, ഐദർ മാഗ്നറ്റിക് സോഴ്സ് ഓർ ഗാൽവനോമീറ്റർ കോയിൽ ക്യാൻ മൂവ്, ഓൺലി റിലേറ്റീവ് മോഷൻ ഈസ് ഇനഫ്. അപ്പോൾ ഏത് മൂവ് ചെയ്യും എന്നുള്ളൊരു ഫാക്ടറല്ല, either the magnetic source or the galvanometer coil can move. രണ്ടാമത്തെ പോയിന്റ്, magnet is not necessary, a magnetic source is enough. മാഗ്നറ്റ് വേണമെന്ന് കമ്പൽഷൻ അല്ല, പിന്നെ മാഗ്നറ്റിക് സോഴ്സ് മതി. കമ്പൽസറി ആയിട്ടുള്ള കാര്യം ഒരു മാഗ്നറ്റിക് സോഴ്സ് വേണം. ഇറ്റ് ക്യാൻ ബി ഐദർ എ മാഗ്നറ്റ് ഓർ എ മാഗ്നറ്റിക് സോഴ്സ് വിച്ച് ഇസ് കറണ്ട് ക്യാരിയിങ് കോയിൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫാരഡേ കൺക്ലൂഡ് ചെയ്തത്. ഒന്ന്, either magnet or the magnetic source can move, then or the motion of the galvanometric coil is not necessary, so only relative motion is enough. Second point, magnet or bar magnet is not necessary, a magnetic source is enough. അതാണ് തേർഡ് ആൻഡ് ഫോർത്ത് എക്സ്പെരിമെൻറ്റിൽ മനസ്സിലാക്കുന്നത്. ഫിഫ്ത്ത് എക്സ്പെരിമെൻറ്റിൽ ഫാരഡേ ചെയ്തത് ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത കോയിലിൻ്റെ തൊട്ടടുത്ത് ഫാരഡേ ഒരു അനദർ സർക്യൂട്ട് അറേഞ്ച് ചെയ്യുന്നു. ഗാൽവനോമീറ്റർ കോയിൽ
തൊട്ടടുത്ത് മറ്റൊരു കോയിലാണ്. ഈ കോയിലിൽ ഒരു സോഴ്സും അല്ലെങ്കിൽ ഒരു സ്വിച്ചും ഒരു സെല്ലും കണക്ട് ചെയ്തു. സ്വിച്ച് ഓണാക്കി. സ്വിച്ച് ഓണാക്കിയ സമയത്ത് ഗാൽവനോമീറ്ററിൽ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കിട്ടി. സ്വിച്ച് ഓൺ. സ്വിച്ച് ഓണാക്കിയപ്പോൾ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ. മൊമെൻ്ററി ഡിഫ്ലക്ഷൻ എന്താണ് മൊമെൻ്ററി ഡിഫ്ലക്ഷൻ? സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കിയപ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി വന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫീൽഡ് ലൈൻസ് ഇവിടേക്ക് വന്നപ്പോൾ ഈ ഒരു ഗാൽവനോമീറ്റർ കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചായി. അപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ EMF കിട്ടിയപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ മൊമെൻ്ററി എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ജസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. മൊമെൻ്ററി ആയിട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. കാരണം സ്വിച്ച് ഇട്ട സമയത്ത് ഒരു ഫീൽഡ് ഉണ്ടായി വന്നു. അതിനുശേഷം ആ ഫീൽഡ് സ്റ്റഡിയായി, കോൺസ്റ്റൻ്റായി. ഇപ്പോൾ ഫീൽഡിൽ ചേഞ്ച് ഇല്ല. ഫീൽഡ് ഉണ്ടായി വന്നു. ആ ഉണ്ടായ സമയത്താണ് നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടിയത്. കാരണം ഫീൽഡ് ഇല്ലായിരുന്നു, കാരണം കറണ്ട് ഇല്ല. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ പെട്ടെന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് അങ്ങ് ഉണ്ടായി വന്നു. ആ സമയത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കിട്ടിയത്. അതിനുശേഷം ആ ഉണ്ടായി വന്ന മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും സ്റ്റഡിയായി നിൽക്കുകയാണ്. അവിടെ ഫ്ലക്സ് നിൽക്കുന്നുണ്ട്, പക്ഷേ ഫ്ലക്സ് ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഫാരഡേ മനസ്സിലാക്കിയ കാര്യമാണ്, ചേഞ്ചിങ് ഫ്ലക്സ് മതി, മൂവ്മെൻ്റ് അല്ലെങ്കിൽ മോഷൻ ഈസ് നോട്ട് നെസസറി. ഇതുവരെയുള്ള എല്ലാ പരീക്ഷണങ്ങളിലും ഐദർ ദ മാഗ്നറ്റിക് സോഴ്സ് ഓർ ഗാൽവനോമീറ്റർ കോയിൽ ഈസ് മൂവിങ്. ഇനി ഫാരഡേ കണ്ടുപിടിക്കുകയാണ്, മൂവ്മെൻറ്റ് ഒരു നെസസറി ഫാക്ടർ അല്ല, ഫ്ലക്സ് ചേഞ്ച് ആയാൽ മതി. അതിനുവേണ്ടി ഒരു സർക്യൂട്ട് എടുത്തു. അതിൽ കോയിലും സോഴ്സും സ്വിച്ചും കണക്ട് ചെയ്തു. അടുത്ത് ഗാൽവനോമീറ്റർ കോയിൽ വെച്ചു. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഗാൽവനോമീറ്ററുമായി കണക്ട് ചെയ്ത കോയിലിൽ EMF ഉണ്ടായി, കറണ്ട് ഫ്ലോ ചെയ്തു. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചു. എന്ത് ഡിഫ്ലക്ഷനാണ്? മൊമെൻ്ററി ഡിഫ്ലക്ഷൻ. ജസ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു, അപ്പോൾ തന്നെ സീറോയിലേക്ക് വന്നു. ഇനി സ്വിച്ച് ഓഫാക്കി. സ്വിച്ച് ഓഫാക്കിയപ്പോഴും സെയിം കണ്ടീഷൻ, മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്വിച്ച് ഓഫാക്കിയപ്പോൾ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എന്തുകൊണ്ടായിരിക്കും ഓപ്പോസിറ്റ് കിട്ടിയത്? സ്വിച്ച് ഓഫാക്കിയപ്പോഴും ഫ്ലക്സ് ചേഞ്ചായി. അവിടെ ഉണ്ടായിരുന്ന ഫ്ലക്സ് ഡിസപ്പിയറായി. അപ്പോഴും ഫ്ലക്സിൽ മാറ്റം വന്നു. ഒരു കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് നിൽക്കുകയായിരുന്നു. ആദ്യം ഫ്ലക്സ് ഉണ്ടായി വന്നു, അപ്പോൾ ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് സെയിം ആയി, കോൺസ്റ്റൻ്റായി, സ്റ്റഡിയായി, ദർ ഈസ് നോ ഡിഫ്ലക്ഷൻ. സ്വിച്ച് ഓഫാക്കി. അവിടെ എക്സിസ്റ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ഡിസപ്പിയറായി. അപ്പോൾ ഡിഫ്ലക്ഷൻ കിട്ടി, ജസ്റ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഫാരഡേ മനസ്സിലാക്കി, ചേഞ്ച് ഇൻ ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡ് മതി EMF ഉണ്ടാകാൻ. അങ്ങനെ ഫാരഡേ സിക്സ്ത് എക്സ്പെരിമെൻറ്റിൽ ഗാൽവനോമീറ്റർ കോയിലിനെ കണക്ട് ചെയ്യുന്നത്, ഗാൽവനോമീറ്റർ കോയിൽ അതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു കോയിൽ. ഈ കോയിലിൽ ഫാരഡേ ഒരു AC സോഴ്സിനെ കണക്ട് ചെയ്തു. AC സോഴ്സ് ഓണാക്കിയപ്പോൾ കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. AC ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സോഴ്സ് കൊടുത്തപ്പോൾ കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ, അതും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. എന്തുകൊണ്ടായിരിക്കും? ACക്ക് ഒരു പോസിറ്റീവ് ഹാഫുമുണ്ട്, നെഗറ്റീവ് ഹാഫുമുണ്ട്. അത് രണ്ടും മാറുന്നതനുസരിച്ച് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനും മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഫാരഡേ ചെയ്ത ആറാമത്തെ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ പിന്നീട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പഠിക്കുന്നത്. AC കൊടുക്കുമ്പോൾ ഈ ഒരു കോയിലിന് ചുറ്റും ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. കാരണം AC ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, വേരിയിങ് ആണ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആകുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയി EMF അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഫാരഡേ നടത്തിയ 6 പരീക്ഷണങ്ങൾ. ഏതൊക്കെയാണ് 6 പരീക്ഷണങ്ങൾ? കോയിൽ മാഗ്നറ്റ് ആൻഡ് കോയിൽ എക്സ്പെരിമെൻറ്റ്,
ഇതിൽ നിന്നും ഫാരഡേ മനസ്സിലാക്കിയ 3 കൺക്ലൂഷൻസ്. ഒന്ന്, മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് ഓർ ഗാൽവനോമീറ്റർ കോയിൽ ഈസ് നോട്ട് നെസസറി അല്ലെങ്കിൽ നോട്ട് കമ്പൾസറി. ഐദർ മാഗ്നറ്റ് ഓർ ദ ഗാൽവനോമീറ്റർ കോയിൽ ക്യാൻ മൂവ്. Second one, magnet is not necessary, a magnetic source is enough. Third one, movement is not necessary because when a coil is connected with a source and switched on, what happens? The galvanometer shows deflection. അപ്പോൾ മൂവ്മെൻറ്റ് ഒരു ഫാക്ടർ അല്ല. അങ്ങനെയാണെങ്കിൽ ഫാരഡേ എക്സ്പെരിമെൻറ്റിനെ എല്ലാം റീപ്ലേസ് ചെയ്ത് DC സോഴ്സിന് പകരം AC സോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയി കറണ്ട് വേരി ചെയ്യുന്നു, EMF അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഫിനോമിനയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫാരഡേ ഇതിനെ ഡിഫൈൻ ചെയ്തു. whenever there is a change in magnetic flux associated with a coil or conductor, an EMF will induce in it. Whenever there is a change in magnetic flux associated with അല്ലെങ്കിൽ linked with a coil, there is an EMF is induced. Second point, induced EMF will remain as long as flux changes. The induced EMF will remain as long as flux changes. And third point, if the coil or conductor is in a closed circuit, a current start flowing through it. 3 പോയിന്റുകളാണ്. ഈ 3 പോയിന്റുകളെയും ഒരുമിച്ച് കൂട്ടി ഫാരഡേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്ന് ഡിഫൈൻ ചെയ്തു. ഇത് തന്നെയാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷനും ഒന്ന് തന്നെയാണ്. ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഒന്നാമത്തെ ലോയും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷനും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ 3 പോയിന്റുകളായിട്ടാണ് പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, whenever there is a change in magnetic flux associated with a coil or conductor, whenever there is a change in magnetic flux associated with a coil or conductor, an EMF will induce in it. An EMF will induce in it. Second point, the induced EMF will remain as long as flux changes. ഫ്ലക്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന അത്രയും നേരത്തേക്ക് EMF ഉണ്ടാവും. കാരണം നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഫ്ലക്സ് ഉണ്ടായി വന്നു, പിന്നെ ഫ്ലക്സ് സ്റ്റഡി ആയി. അവിടെ ഫ്ലക്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഫ്ലക്സ് ഉണ്ട്, പക്ഷേ ഫ്ലക്സ് ചേഞ്ചിങ് അല്ല, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയാൽ മാത്രമേ EMF ഉണ്ടാവുന്നുള്ളൂ. സോ ദ induced EMF will remain as long as flux changes. And third point, if the coil or conductor is in a closed circuit, ഈ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. If the coil or conductor is in a closed circuit, a current start flowing through it. This is known as electromagnetic induction and also known as Faraday's first law of electromagnetic induction. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനേഷനും ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഫാരഡേ ഈ പരീക്ഷണങ്ങളിൽ ചെയ്ത മറ്റൊരു കാര്യം, ഫാരഡേ നമ്മൾ ആദ്യം കണ്ട പരീക്ഷണത്തിൽ ആദ്യമേ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി ഫാരഡേ ഈ മാഗ്നറ്റിനെ തിരിച്ചെടുത്തു, റിവേഴ്സ് ആക്കി നോക്കി. റിവേഴ്സ് കൊണ്ടുപോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടി. ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. ആദ്യമേ മാഗ്നറ്റിനെ അപ്രോച്ച് ചെയ്യിച്ചു, അടുത്തേക്ക് കൊണ്ടുവന്നു. അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വൺ സൈഡ് ഡിഫ്ലക്ഷൻ കിട്ടി, പക്ഷേ തിരിച്ചെടുത്തപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. നമ്മൾ കണ്ടു മൊമെൻ്റ് ഡിഫ്ലക്ഷൻ കിട്ടി. സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ വൺ സൈഡ് ആണെങ്കിൽ ഓഫ് ആക്കിയപ്പോൾ ഓപ്പോസിറ്റ് കിട്ടി. അതുപോലെ മാഗ്നറ്റ് അപ്രോച്ച് ചെയ്തപ്പോൾ വൺ സൈഡ് ഡിഫ്ലക്ഷൻ, മാഗ്നറ്റ് ദൂരേക്ക് പോയപ്പോൾ അകന്നു പോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. ഇത് എന്തുകൊണ്ടാണെന്ന് പറയാൻ ഫാരഡേക്ക് സാധിച്ചില്ല. ഇവിടെയും അതെ, നമ്മൾ കോയിലിനെയാണ് മൂവ് ചെയ്യുന്നത്, മാഗ്നറ്റ് റെസ്റ്റിലാണ്. പക്ഷേ കോയിൽ അടുത്തേക്ക് വന്നപ്പോൾ വൺ സൈഡ് ഡിഫ്ലക്ഷൻ, കോയിൽ റിവേഴ്സ് എടുത്തപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. when it is taken away, when the coil is moving away or taken away from the magnet, we got opposite deflection. ഇത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഫാരഡേക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് പരീക്ഷണങ്ങൾ വന്ന മറ്റൊരു മാറ്റം.
വേറൊരു കാര്യം, നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയപ്പോൾ ഡിഫ്ലക്ഷൻ കൂടി. അതിൻ്റെ അർത്ഥം മാഗ്നറ്റിക് ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ടേൺസ്, ദാറ്റ് ഈസ് NBA cos theta എന്ന് മാറ്റി, NBA cos theta. Then phi is equal to NBA cos theta പകരം cos omega t. നമ്മൾ പഠിച്ചിട്ടുണ്ട് തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ടി. എന്നാൽ നമുക്ക് ഫ്ലക്സിൻ്റെ രണ്ട് ഇക്വേഷൻ കിട്ടി. നമ്പർ ഓഫ് ടേൺസ് ഒരു ഫാക്ടറാണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ആവും. മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ആവും. ഏരിയ കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ ഫ്ലക്സ് ചേഞ്ച് ആകും. അടുത്തത് തീറ്റയാണ്. തീറ്റയാണ് നമ്മൾ ഒമേഗ ടിയിലേക്ക് മാറ്റി. സോ ഒമേഗ ഈസ് ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി മാറിയാലും ഫ്ലക്സ് മാറുന്നു, അപ്പോഴെല്ലാം EMF കിട്ടുന്നു. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ആകാൻ നമ്മൾ 4 ഫാക്ടേഴ്സാണ് പഠിക്കുന്നത്. ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ്, മൂന്നാമത്തത് ഏരിയ, നാലാമത്തത് ആംഗുലാർ വെലോസിറ്റി. ഈ 4 പാരാമീറ്ററിൽ ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് മാറും. മാഗ്നറ്റിക് ഫ്ലക്സ് മാറിയാൽ EMF ഇൻഡ്യൂസ് ആവും. ക്ലോസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യും. The induced EMF will remain as long as flux changes. This is known as electromagnetic induction. അപ്പോൾ ഫാരഡേയുടെ കോയിൽ ആൻഡ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റ്സ് ഓർത്തിരിക്കണം. ഇവിടെ ഫാരഡേ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു കാര്യം, മാഗ്നറ്റ് അടുത്തേക്ക് വന്നപ്പോഴും അകന്നു പോയപ്പോഴും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടി, അല്ലെങ്കിൽ കോയിൽ അടുത്തേക്ക് വന്നപ്പോഴും അകന്നു പോയപ്പോഴും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ, സ്വിച്ച് ഓൺ ആക്കിയപ്പോഴും ഓഫ് ആക്കിയപ്പോഴും ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. ഇത് എന്തുകൊണ്ടാണെന്ന് ഫാരഡേ ആ എക്സ്പെരിമെൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഫാരഡേ ഒരു കാര്യം പറഞ്ഞു, ഇത് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് ചേഞ്ച് ഇൻ ഫ്ലക്സ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് കിട്ടുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെൻസസ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കറണ്ട് എങ്ങനെയാണെന്നും അത് എന്തുകൊണ്ടാണെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെൻസസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഫാരഡേക്ക് അതിൻ്റെ റീസൺ കണ്ടെത്താൻ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ സാധിച്ചില്ല. അപ്പോൾ ഈ 6 എക്സ്പെരിമെൻറ്റ് ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫാരഡേസ് സെക്കൻഡ് ലോ. സോ ഫാരഡേസ് ലോ ഓഫ് EMI. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിൽ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എല്ലാവരും ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ലോ ആയിട്ട് ഒരിക്കൽ കൂടി എഴുതി വെക്കണം. ഫസ്റ്റ് ലോ ഒരിക്കൽ കൂടി പറയുന്നു, whenever there is a change in magnetic flux associated with a coil or conductor, an EMF will induce in it. Second point, induced EMF will remain as long as flux changes. Third point, if the coil or conductor in a closed circuit, a current start flowing through it. This is known as Faraday's first law of electromagnetic induction. Faraday's second law. Faraday's second law, that is induced EMF is directly proportional to rate of change of magnetic flux. Induced EMF E is directly proportional to rate of change of magnetic flux. E is equal to minus K into d phi by dt. K is equal to 1 in SI unit. Therefore, E is equal to minus d phi by dt. This is Faraday's second law. Induced EMF is directly proportional to rate of change of magnetic flux. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആയപ്പോഴാണ് EMF ഉണ്ടായത്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവണം. സോ ഫൈക്ക് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു, NBA cos omega t. N number of turns, B magnetic field, then A area and omega angular velocity. ഈ 4 വേരിയബിളിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ ഫ്ലക്സ് ചേഞ്ച് ആവും. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇനി മുന്നോട്ടുള്ള ടോപ്പിക്കുകളിൽ പഠിക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് മാറുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. കാരണം N എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സിറ്റുവേഷനാണ്, ഒരു കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഓട്ടോമാറ്റിക്കലി നമ്പർ ഓഫ് ടേൺസ് കൂടുകയോ കുറയുകയോ ഇല്ല. പക്ഷേ
ഫീൽഡ് നമുക്ക് കൂട്ടാം. കാന്തം അടുത്തേക്ക് വരുമ്പോൾ, മാഗ്നറ്റ് അടുത്തേക്ക് വരുമ്പോൾ ഫീൽഡ് കൂടും, അകന്നു പോകുമ്പോൾ ഫീൽഡ് കുറയും. അതുപോലെ ലൂപ്പുമായി ബന്ധപ്പെട്ട ഏരിയ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം. റൊട്ടേഷൻ സ്പീഡ്, ആംഗുലാർ വെലോസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഒരു മോട്ടറിൻ്റെ അല്ലെങ്കിൽ ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെയും വർക്കിങ്ങിൽ റൊട്ടേഷൻ ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് ജനറേറ്ററാണ്. ജനറേറ്റർ നമ്മൾ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ EMF ഉണ്ടാകുന്നു. അവിടെ നമ്മൾ റൊട്ടേഷനാണ് ഫാക്ടറായിട്ട് എടുക്കുന്നത്. നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗങ്ങളിൽ അത് പഠിക്കും. ആദ്യമായി പഠിക്കുന്നത് ഈ രണ്ട് വേരിയേഷൻസാണ്, ഫീൽഡിൻ്റെയും ഏരിയയുടെയും. മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഏരിയ മാറിയാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും, അപ്പോൾ EMF ഉണ്ടാവും. സോ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് d∅/dt. നെഗറ്റീവിന് കാരണം പറഞ്ഞു. നെഗറ്റീവ് ഇൻഡിക്കേറ്റ് EMF opposes a change in magnetic flux. ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടായ ചേഞ്ചിനെ ഈ ഉണ്ടായ EMF ഒപ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് ഫാരഡേ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തത്. സോ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് opposes ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഒരു കോയിലിൽ അല്ലെങ്കിൽ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതുണ്ടായ കാരണത്തെ ഒപ്പോസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഡെഫിനേഷൻ എഴുതി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. The induced EMF is directly proportional to rate of change of magnetic flux. ഇതിൽ നിന്നും നമുക്ക് ഫ്ലക്സിന് പുതിയൊരു യൂണിറ്റ് കിട്ടുന്നു, വോൾട്ട് സെക്കൻഡ്. ഫ്ലക്സിൻ്റെ മറ്റൊരു യൂണിറ്റ് നമ്മൾ പഠിച്ചു ഓൾറെഡി, ടെസ്ല മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വെബർ എന്ന് പഠിച്ചു. ഇപ്പോൾ പുതിയ യൂണിറ്റ് കിട്ടുന്നു, ഫ്ലക്സ് ആണ്, d∅, ചേഞ്ച് ഇൻ ഫ്ലക്സ്. dt ടൈമാണ്. E എന്ന് പറയുന്നത് EMFൻ്റെ യൂണിറ്റ് വോൾട്ട്. അപ്പോൾ ഫ്ലക്സിന് ഒരു പുതിയ യൂണിറ്റ് കിട്ടുന്നു, യൂണിറ്റ് ഓഫ് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ദാറ്റ് ഈസ് phi ഈസ് ഈക്വൽ ടു, ഓർ യൂണിറ്റ് എഴുതിയാൽ മതി, വോൾട്ട് സെക്കൻഡ്. ദാറ്റ് ഈസ് E ഇൻറ്റു dt. അപ്പോൾ 3 യൂണിറ്റുകൾ പഠിച്ചു, വോൾട്ട് സെക്കൻഡ്, ടെസ്ല മീറ്റർ സ്ക്വയർ ആൻഡ് വെബർ. CGS യൂണിറ്റ് മാക്സ്വെൽ. സോ ഇതെല്ലാം ഓർത്തിരിക്കുക, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ വ്യത്യസ്തമായ യൂണിറ്റുകളാണ്. ഒരു യൂണിറ്റ് കൂടി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. മുന്നോട്ടുള്ള ടോപ്പിക്കുകൾ എത്തുമ്പോൾ നമ്മൾ ഫ്ലക്സിന് മറ്റൊരു യൂണിറ്റ് കൂടി പഠിക്കുന്നുണ്ട്. സോ ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. ഫസ്റ്റ് ലോ വീണ്ടും പറയുന്നു, whenever there is a change in magnetic flux associated with a coil, an EMF will induce in it. The induced EMF will remain as long as flux changes. Then if the coil or conductor in a closed circuit, a current start flowing through it. This is known as Faraday's first law of electromagnetic induction and also the definition for electromagnetic induction. Second law, the induced EMF is directly proportional to rate of change of magnetic flux. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെയുടെ വാല്യൂ SI സിസ്റ്റത്തിൽ 1 ആണ്. സോ മൈനസ് d∅/dt എന്ന് കിട്ടി. മൈനസിന് കാരണം ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പുതിയ യൂണിറ്റ് വോൾട്ട് സെക്കൻഡ്. ഇനി എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമുക്കറിയാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ phi is equal to 6t² plus 4t plus 5 ആണെങ്കിൽ what is EMF at at 2 second കണ്ടുപിടിക്കാൻ പറയും. EMF at 2 second. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. E is equal to minus of d∅/dt. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും ഈ ഇക്വേഷനെ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 12t. 6t² ഡെറിവേറ്റീവ് 6 into 2t, that is 12t, plus 4 into derivative of t 1 plus derivative of 5 0. t ക്ക് വാല്യൂ കൊടുക്കുക. t is equal to 2 seconds. So we will get it is equal to minus of 12 into 2 plus 4 എന്ന് കിട്ടി. That is 24 plus 4, that is 28. minus 28 വോൾട്ട് എന്ന് കിട്ടി. -28 volt.
ഈ മൈനസ് നമ്മൾ കൊടുക്കാൻ മറന്നു പോകരുത്, കാരണം ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. ഇനി മൈനസ് ഇല്ലാത്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എഴുതാം. 28 വോൾട്ട് എന്ന് മാത്രമേ ഉള്ളൂ, മൈനസ് ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ 28 വോൾട്ട് കറക്റ്റാണ്, നമ്മളതിൻ്റെ മോഡുലസ് എടുത്തു എന്നാണ് മീനിങ്. ഇനി രണ്ടുമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് മൈനസ് ഉള്ളതാണ്, കാരണം ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. -28 അതുപോലെ 28 വോൾട്ടും ഉണ്ടെങ്കിൽ നമ്മൾ എഴുതും -28, അതാണ് കറക്റ്റ്. അപ്പോൾ ഈ മൈനസ് വിട്ട് കളയരുത്, കൺഫ്യൂഷൻ ആകാൻ വേണ്ടി രണ്ട് ഓപ്ഷനും തരും, -28ഉം 28ഉം. -28 ആണ് പെർഫെക്റ്റ് ആൻസർ, കാരണം ഇക്വേഷനിൽ മൈനസ് ഉണ്ട്. സിമ്പിൾ ലോജിക്കാണ്. 5 ഇക്വേഷൻ തരുന്നു, നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒരു മൈനസ് സൈൻ കൊടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. 6t² ഡെറിവേറ്റീവ് ആണ് 12t, 4t ഡെറിവേറ്റീവ് 4, 5 × 0, tക്ക് വാല്യൂ കൊടുത്തു 2 സെക്കൻഡ്. സോ വി ഗോട്ട് -28 വോൾട്ട്. ഇനി നമ്മൾ പഠിക്കുകയാണ് what is direction of induced EMF, that is Lenz's law. Lenz's law. Lenz's law. എന്താണ് ലെൻസസ് ലോ പറയുന്നത്? ലെൻസസ് ലോ പറയുന്നു the induced EMF or current is such that it opposes the cause which produce it. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ്, ഓർത്തിരിക്കണം. Lenz's law states that the induced EMF or current is such that it opposes the cause which produce it. Induced EMF അല്ലെങ്കിൽ current അത് ഉണ്ടാവുന്ന കാരണത്തെ ഒപ്പോസ് ചെയ്യും. The induced EMF or current is such that it opposes the cause which produce it. അത് തന്നെയാണ് ഫാരഡേ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ലെൻസസ് ആണ് കറക്റ്റായ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ദ ഇൻഡ്യൂസ്ഡ് EMF or current is such that it opposes the cause which produces it. That is Lenz's law. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആണ്. ദ ഇൻഡ്യൂസ്ഡ് EMF, the induced EMF or current, the induced EMF or current is such that it opposes the cause which produce it. The cause which produce it. അത് ഉണ്ടാവുന്ന കാരണത്തെ ഒപ്പോസ് ചെയ്യും. ഇപ്പോഴാണ് ഫാരഡേക്ക് കോയിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കോയിൽ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടാനുള്ള കാരണം മനസ്സിലായത്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. മാഗ്നറ്റ് അടുത്തേക്ക് വന്നപ്പോൾ, സപ്പോസ് ഒരു നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഒരു കോയിലിന് അടുത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ആകും, EMF ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന EMF എന്താണോ അതിൻ്റെ കാരണത്തെ ഒപ്പോസ് ചെയ്യും. ഇവിടെ എന്താണ് കാരണം? ഫിസിക്കലി ചിന്തിച്ചാൽ അറിയാം, ഒരു നോർത്ത് പോൾ കോയിലിനടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നതാണ് കാരണം. അപ്പോൾ നോർത്ത് പോൾ അടുത്തേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യണം, തടയണം. എങ്ങനെ നമുക്ക് ഒപ്പോസ് ചെയ്യാം? ദാറ്റ് ഈസ് ദ നിയർ എൻഡ് ഓഫ് ദി കോയിൽ വിൽ പ്രൊഡ്യൂസ് എ നോർത്ത് പോൾ. നിയർ എൻഡ് ഓഫ് ദി കോയിൽ ഒരു നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും. ഈ നോർത്ത് പോൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടാകുന്ന നോർത്ത് പോൾ ഈ വരുന്ന നോർത്തിനെ റിപ്പൽ ചെയ്യും. ദാറ്റ് മീൻസ് ഹിയർ കറണ്ട് വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ പുതിയൊരു കാര്യം നമുക്ക് കിട്ടി. ഈ ഒരു എൻഡിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞ ടോപ്പിക്കുകളിൽ. എന്താണ് ക്ലോക്ക് റൂൾ? ഇതാണ് ക്ലോക്ക് റൂൾ. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പ്രൊഡ്യൂസ് നോർത്ത് പോൾ ആൻഡ് ക്ലോക്ക് വൈസ് പ്രൊഡ്യൂസ് സൗത്ത് പോൾ. അപ്പോൾ ഇവിടെ ഈ നോർത്ത് പോൾ അടുത്തേക്ക് വന്നപ്പോൾ ഈ ഭാഗത്തൊരു നോർത്ത് പോൾ ഉണ്ടായി. ഈ വരുന്ന നോർത്തിനെ റിപ്പൽ ചെയ്യും. മറ്റൊരു കാര്യം ഫാരഡേ ഒബ്സർവ് ചെയ്തത്, വെൻ ദ മാഗ്നറ്റ് ഈസ് ടേക്കൺ എവേ, മാഗ്നറ്റിനെ ദൂരേക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിയെന്ന് നമ്മൾ പഠിച്ചു. അടുത്തേക്ക് വന്നപ്പോൾ വൺ സൈഡ് ഡിഫ്ലക്ഷൻ, ഓപ്പോസിറ്റ് എടുത്തപ്പോൾ അല്ലെങ്കിൽ മാഗ്നറ്റ് തിരിച്ചു കൊണ്ടുപോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്?
മാഗ്നറ്റിനെ ദൂരേക്ക് കൊണ്ടുപോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിയത്? ഈ ഒരു ലോജിക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. ഇവിടെ നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി, തടസ്സപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു? നോർത്ത് പോൾ ഫോം ചെയ്തു. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഗാൽവനോമീറ്ററിൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി നമ്മൾ നോർത്ത് പോളിനെ ദൂരേക്ക് എടുക്കുമ്പോൾ ഇപ്പോഴും ഫ്ലക്സ് ചേഞ്ച് ആവുന്നു. ആദ്യം ഇൻക്രീസ് ആയ ഫ്ലക്സ് ഇപ്പോൾ ഡിക്രീസ് ആവുന്നു. ഇപ്പോഴും ഫ്ലക്സ് ചേഞ്ച് ആവുന്നുണ്ട്. EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ കറണ്ട് ഇതുണ്ടാവുന്ന കാരണത്തെ ഒപ്പോസ് ചെയ്യും. ഇപ്പോൾ കാരണമെന്ന് പറയുന്നത് അകന്നു പോകുന്ന ഒരു നോർത്ത് പോളാണ്. അകന്നു പോകുന്ന നോർത്ത് പോളിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു സൗത്ത് പോൾ ഫോം ചെയ്യും. സൗത്ത് പോൾ ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. കറണ്ട് വിൽ ബി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കാരണം അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് നോർത്ത് പോൾ അകന്നു പോകുന്ന നോർത്ത് പോളിനെ അട്രാക്റ്റ് ചെയ്യാൻ, പിടിച്ചു നിർത്താൻ വേണ്ടി ഈ കോയിലിൻ്റെ അടുത്ത ഒരു സൗത്ത് പോൾ ഫോം ചെയ്യും. നിയറർ എൻഡ് ഓഫ് ദി കോയിൽ വിൽ പ്രൊഡ്യൂസ് സൗത്ത് പോൾ. സോ കറണ്ട് വിൽ ബി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതാണ് ലെൻസസ് ലോ. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഫാരഡേ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴും അകലേക്ക് പോയപ്പോഴും ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ആയത്. അടുത്തേക്ക് വന്നപ്പോൾ വൺ സൈഡ് ഡിഫ്ലക്ഷൻ, അകന്നു പോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ. എന്തായിരിക്കും ഇതിന് കാരണം? അടുത്തേക്ക് വന്നപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു പോൾ ഉണ്ടായി. അകന്നു പോയപ്പോൾ അതിനെ വീണ്ടും ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് പോൾ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഫാരഡേ ചെയ്ത മാഗ്നറ്റിക് കോയിൽ ആൻഡ് കോയിൽ എക്സ്പെരിമെൻറ്റുകളിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിയെന്ന് പറയാൻ സാധിച്ചത്. എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് കിട്ടിയത്? അല്ലെങ്കിൽ ഫാരഡേ കണ്ടിരുന്നു മാഗ്നറ്റ് അടുത്തേക്ക് വന്നപ്പോൾ ഒരു ഡിഫ്ലക്ഷനാണ്, അകന്നു പോയപ്പോൾ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ്. അതിന് വ്യക്തമായ കാരണം പറഞ്ഞത് ലെൻസസ് ആണ്. ലെൻസസ് പറഞ്ഞു ദ ഇൻഡ്യൂസ്ഡ് EMF ഫോർ കറന്റ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് വിച്ച് പ്രൊഡ്യൂസ് ഇറ്റ്. അത് ഉണ്ടാവുന്ന കാരണം എന്താണോ അതിനെ ഒപ്പോസ് ചെയ്യും. ഇവിടെ ഉണ്ടാവാൻ കാരണം അപ്രോച്ചിങ് നോർത്ത് പോൾ അല്ലെങ്കിൽ മാഗ്നറ്റ്. അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്തു. കറണ്ട് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് പ്രൊഡ്യൂസ് നോർത്ത് പോൾ. ഈ സൈഡ് നോർത്ത് പോളായി അത് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഈ മാഗ്നറ്റിനെ അടുത്തേക്ക് വരാൻ സമ്മതിക്കില്ല. രണ്ടാമത്, നമ്മൾ നോർത്ത് പോളിനെ ദൂരേക്ക് കൊണ്ടുപോയപ്പോൾ വീണ്ടും ഫ്ലക്സ് ചേഞ്ചായി, EMF ഉണ്ടായി, കറണ്ട് ഉണ്ടായി. പക്ഷേ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റായി അല്ലെങ്കിൽ കറണ്ട് ഓപ്പോസിറ്റായി. അതിന് കാരണം ഇപ്പോൾ നോർത്ത് പോൾ അകന്നു പോകുന്നു. അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സൗത്ത് പോൾ ഫോം ചെയ്തു. കറണ്ട് വിൽ ബി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ക്ലോക്ക് വൈസ് കറണ്ട് പ്രൊഡ്യൂസ് സൗത്ത് പോൾ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് പ്രൊഡ്യൂസ് നോർത്ത് പോൾ. ഇപ്പോൾ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഫാരഡേ ചെയ്ത കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻറ്റുകളിൽ ഗാൽവനോമീറ്ററിൽ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷൻ കിട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മാഗ്നറ്റിനെ ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇത് റിപ്പൽ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് പോകും. ഇവിടെയാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ലെൻസസ് ലോ ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, വിച്ച് മീൻസ് ലെൻസസ് ലോ ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. മൂന്ന് രീതിയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ ക്രിച്ചോസ് സെക്കൻഡ് ലോ പഠിച്ചതാണ്, വിച്ച് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ക്രിച്ചോസ് ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇപ്പോൾ വീണ്ടും ലെൻസസ് ലോ, ഇറ്റ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ്. മൂന്ന് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലെൻസസ് ലോ? നമ്മൾ എഴുതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. വാട്ട് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് ലെൻസസ് ലോ? വീണ്ടും സെയിം ആൻസർ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി തേർഡ്, ഡയറക്ട്ലി ലെൻസസ് ലോ ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇവിടെയാണ് നമ്മൾ മാഗ്നറ്റിനെ മൂവ് ചെയ്ത് നമ്മൾ വിട്ടുകളഞ്ഞാൽ ഇവിടെ ഒരു നോർത്ത് പോൾ ഫോം ചെയ്യും, അത് റിപ്പൽ ചെയ്യും, മാഗ്നറ്റ് നിന്ന് പോകും. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഈ മാഗ്നറ്റിനെ മൂവ് ചെയ്യുകയാണ്. നമ്മൾ മാഗ്നറ്റിനെ വിടുന്നില്ല. മാഗ്നറ്റ് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ നോർത്ത് പോൾ ഉണ്ടായി.
നമ്മൾ മാഗ്നറ്റിനെ റിലീസ് ചെയ്യാതെ മാഗ്നറ്റിനെ ഹോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കോയിൽ കറണ്ട് ഉണ്ടാകാൻ കമ്പലായിത്തീരും, അല്ലെങ്കിൽ തീർച്ചയായും ഇതിൽ ഒരു കറണ്ടും EMFും ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ഇലക്ട്രിക്കൽ എനർജിയായി മാറും. Mechanical work done converting into electrical energy, that is one form of energy into another form, that is law of conservation of energy. മാഗ്നറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിട്ടു, അപ്പോൾ തന്നെ നിൽക്കും. എന്തുകൊണ്ടാണ് നിന്ന് പോകുന്നത്? ജസ്റ്റ് ഇങ്ങനെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ സൗത്ത് ഉണ്ടാവും. സൗത്ത് മാഗ്നറ്റിനെ അട്രാക്റ്റീവ് വിളിക്കും, അവിടെ നിന്ന് പോകും. പക്ഷെ നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. മാഗ്നറ്റിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കമ്പലായിട്ട് നമ്മൾ നീക്കുകയാണെങ്കിൽ ഇവിടെ ഈ കോയിൽ അല്ലെങ്കിൽ കോയിലിൻ്റെ ഈ എൻഡ് സൗത്ത് പോൾ ഫോം ചെയ്യാൻ കമ്പലായിത്തീരുന്നു. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെയും നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്ന മെക്കാനിക്കൽ വർക്കാണ് ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നത്. സോ ഇൻ ബോത്ത് ദ കേസ് മെക്കാനിക്കൽ വർക്ക് ഡൺ കൺവേർട്ടിംഗ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ലെൻസസ് ലോ ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. പലരും ഈ സിറ്റുവേഷൻ എഴുതുമ്പോൾ അടുത്തേക്ക് വരുമ്പോൾ മെക്കാനിക്കൽ ടു ഇലക്ട്രിക്കലും തിരിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് എഴുതാറുണ്ട്. അങ്ങനെ എഴുതരുത്. രണ്ട് സിറ്റുവേഷനിലും മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്. ഇൻ ബോത്ത് ദ സിറ്റുവേഷൻ മെക്കാനിക്കൽ വർക്ക് ഡൺ കൺവേർട്ടിംഗ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി കൺവേർട്ടിംഗ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോ ലെൻസസ് ലോ ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരിക്കൽ കൂടി പറയുന്നു, വെൻ മാഗ്നറ്റ് ഈസ് അപ്രോച്ചിങ്, നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുന്നു, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഈ കോയിലിലെ ഇലക്ട്രിക്കൽ എനർജിയായി മാറും. അതുപോലെ മാഗ്നറ്റിനെ നമ്മൾ ദൂരേക്ക് കൊണ്ടുപോകുമ്പോഴും നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ വർക്ക് അല്ലെങ്കിൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറും. ഇൻ ബോത്ത് ദ സിറ്റുവേഷൻ മെക്കാനിക്കൽ വർക്ക് ഓർ മെക്കാനിക്കൽ എനർജി കൺവേർട്ടിംഗ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി, ദാറ്റ് ഈസ് one form of energy converting into another form. It is called law of conservation of energy. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് ലെൻസസ് ലോ സ്റ്റേറ്റ്മെൻറ്റ്. വാട്ട് ഇസ് ലെൻസസ് ലോ? ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF or current. Lenses law gives the direction of induced EMF or current. The induced EMF or current is such that it opposes the cause which produce it. അതുണ്ടായ കാരണത്തെ അത് ഒപ്പോസ് ചെയ്യും. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് energy in both the situation when magnet is approaching or moving away. Mechanical work or mechanical energy converting into electrical energy. ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസം ചർച്ച ചെയ്യും. ലെൻസസ് ലോയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനും അതുപോലെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചർച്ച ചെയ്യും. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ്, ദ ടോട്ടൽ നമ്പർ ഓഫ് magnetic field lines passing normally through an area or surface, equation NBA cos theta or cos omega t. 4 factor number of turns, magnetic field, area and angular velocity omega. Magnetic flux in the unit Tesla meter square അല്ലെങ്കിൽ വെബർ or volt second. ഡയമെൻഷൻ നമ്മൾ പഠിച്ചു. അതിനുശേഷം പഠിച്ചത് ഫാരഡേസ് കോയിൽ മാഗ്നറ്റ് ആൻഡ് കോയിൽ എക്സ്പെരിമെൻറ്റ്സ് 6 അതാറും വരച്ചു വെക്കണം. അതിൻ്റെ ഓരോന്നിൻ്റെയും കൺക്ലൂഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും കൺക്ലൂഷൻ, മാഗ്നറ്റ് നെസറി ആണോ, മാഗ്നറ്റിക് സോഴ്സ് മതിയോ, മൂവ്മെൻറ്റ് നെസറി ആണോ, വെലോസിറ്റി ഒരു ഫാക്ടറാണോ, ഇത്തരം കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം. അവസാനത്തെ പരീക്ഷണം വരെ 2 കോയിലും AC സോഴ്സും ഉപയോഗിക്കുന്നതുവരെ. ഇത്രയും എക്സ്പെരിമെൻറ്റുകളുടെ കൺക്ലൂഷനെ ഫാരഡേ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഫാരഡേസ് ഫസ്റ്റ് ലോ. അതിനുശേഷം ഫാരഡേസ് സെക്കൻഡ് ലോ, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു -d∅dt. നെഗറ്റീവിന് കാരണം ഇൻഡ്യൂസ്ഡ് EMF ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നു. പിന്നീട് ലെൻസസ് ആണ് അതിന് വ്യക്തമായ റീസൺ തന്നത്. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, ലെൻസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF or current is such that it opposes the cause which produce it. അതിനുശേഷം മറ്റൊരു പോയിന്റ്, ലെൻസസ് ലോ ഈസ് എ കോൺസിക്വൻസസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ്.